ഓം ഹരിശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സമുദ്രലംഘന ചിന്ത. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാസു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതില്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു യാവതിന്നന്തവകാശം കപികളെ. സകതനയനന്തനൂജനാമംഗതന്മാർക്കിടനായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗമലമുള്ള സൂരന്മാർ ശക്തിയും വിക്രമവും പരാക്രമവും ഉണ്ടല്ലോ എല്ലാവർക്കും. എന്നാൽ ഇവരിൽ വെച്ചിങ്ങുവെന്നോടൊരുത്തൻ പറയണം. ഞാൻ അതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമസൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞീരൊരുത്തരുമങ്കദൻ. പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാം 20 എനിക്കൊന്നൊരു കപി. 30 ചാടാമെനിക്കന്നപരനും അപ്പടി 40 മറ്റേവനും. 56 70 80 ചാടാമെനിക്കന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേകനർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതിക്കല ഈ കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നമായി 3 അടിയാളക്കും വിധം. യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്ത് വെച്ചിടിനേൻ. വാർത്തകഗ്രസ്തനായേനിതാനിയും ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്ക് ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. ഇത്തമമാത്മജൻ ചൊന്നതു കേട്ടതീനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ട് ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതനെങ്കിലും. ഭൃത്യജനങ്ങളായക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാകാമെന്നതേ വരൂ. ആർക്കുമേ ഇല്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലു ഭയം. താരേനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനം ചൊല്ലിനാൻ. എന്തു ജഗൽ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ. കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജനമല്ലോ ഭവാൻ. പിന്നെ വാതാൽപജനാകുകയുമുണ്ട് വൻ തന്നോടു തുല്യൻ ബലവേഗമാക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനായി അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായി അവനിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ. 500 യോജന മേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ. പക്വമെന്നോർത്ത് ഭക്ഷിപ്പാനടുക്കയാൽ സക്രനുടെ വജ്രമേറ്റ് പതിച്ചതും ദുഃഖിച്ചു മാരുതൻ. നിന്നെയും കൊണ്ടുപോയി പൂക്കിതു പാതാളം. അപ്പോൾ ശ്രീമൂർത്തികൾ 30 മുക്കോടി വാനരവർ തമ്മൊടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും
കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ച് നിന്നിളക്കം വരാ നിർണയം ആംനായ സാരമൂർത്തമൂർത്തികൾ ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാ നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റ മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ ത്വദ്ബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനീ പ്രപഞ്ചത്തിങ്കലാർക്കുമല്ലടോ ഇത്തം വിധിസുതൻ ചെന്നു നേരം വായുപുത്രനു താരത്തരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറന്നവൻ സമ്മതാൾ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കിഷ്ടനാൽ രാവണനെ കുലത്തോട് ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുന്നിരിപ്പോഴൻ അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുവൻ ഉടൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ട് രാമാന്തികെ വെച്ചു കൈ തൊഴുതിയിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതേൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോടെതിർത്തിയിടുവാൻ പിന്നെയാം നിർഗ്രഹിച്ചിടും ദശാസനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമല്ലോ പുഷ്കരമാർഗേണ ഭോഗം നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്ന് വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.